ശരിക്കും പറഞ്ഞാൽ 2026 തുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് നമ്മുടെ സ്വിഗ്ഗി റൈഡിന് ഇറങ്ങുന്നത്. ഇന്ന് ജനുവരി 7 ഇന്ന് ഓർഡറിൻ്റെ കഥയൊക്കെ എന്താണെന്നുള്ളത് തമ്പുരാൻ അറിയാം. അപ്പം ഇന്ന് ഞാൻ മാക്സിമം ഒരു നമ്മുടെ ഫുൾ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് അടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു 700 രൂപ പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം സമയം ഇപ്പോൾ 8 മണിയായി. എപ്പോൾ കഴിയും എന്നുള്ളത് ഞാൻ പറയുന്നില്ല, ഓർഡറിൻ്റെ കണക്ക് പോലെ ഇരിക്കും. അപ്പം 22 എണ്ണം അടിക്കുക, 700 പ്രോഫിറ്റ് അടിക്കുക, വീട്ടിൽ പോവുക, ഇതാണ് പരിപാടി. സോ നോക്കിയാലോ, ഇപ്പോൾ നമുക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് മലബാർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. മലബാർ റെസ്റ്റോറൻറ്റ് ആക്ച്വലി ബീച്ച് സോണിലല്ല, മൗറോഡ് സോണിലാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് മലബാർ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ആദ്യത്തെ ഓർഡർ എടുക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്യു ഡൊമിനിക് പുത്തൂർ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്നും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് വന്നു. ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, വീഡിയോസൊക്കെ അടിപൊളിയാണ്, കണ്ടിരിക്കാൻ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. പിന്നീട് ഞാൻ വായിച്ച സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് യൂട്യൂബിലൂടെ സൂപ്പർ താങ്ക്സ് എനിക്ക് അയക്കണമെന്നുണ്ട്, പക്ഷെ യൂട്യൂബ് ഒരു 30% കട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ നേരിട്ട് അയക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ UPI ID എനിക്കൊന്ന് സെൻഡ് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ അപ്പൊ തന്നെ എന്റെ UPI ID അയച്ചു കൊടുത്തപ്പോ പുള്ളി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് എനിക്ക് അയച്ചു തന്നു. അപ്പൊ താങ്ക് യു മാത്യു ബ്രോ ഫോർ ദ ഗിഫ്റ്റ്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങൾക്ക് മാത്രമല്ല ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരാണ്, നല്ലൊരു പുതുവത്സര ആശംസകൾ ഞാൻ നേരാണ്. ഈ വർഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ എയിം ചെയ്ത ലക്ഷ്യം വെച്ച കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് സാധ്യത ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പല ആൾക്കാരും എടുത്തിട്ടുണ്ടാവും. പുതിയ ജിം സ്റ്റാർട്ട് ചെയ്യണം, പുതിയ ഡയറ്റ് ഫോളോ ചെയ്യണം, നന്നാവണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ അത് സാധിക്കാനായിട്ട് സാധിക്കട്ടെ. സുഗുണൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. സുഗുണ, നമ്മളങ്ങനെ മലബാർ റെസ്റ്റോറന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. മലബാർ റെസ്റ്റോറന്റിൽ പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ ക്ലോക്ക് ടവർ റെസ്റ്റോറന്റിൽ നിന്ന് നമുക്ക് ഫുഡ് എടുക്കേണ്ടി വരും. നൂൽപുട്ട് കടലക്കറി 47.35 നൂൽപുട്ട് കടലക്കറി. ഞാനും ചില ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്, വല്ലാണ്ടൊന്നുമില്ല, ചെറിയ ചെറിയ റെസൊല്യൂഷൻസ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചോറ് ഭയങ്കരമായിട്ട് ഇപ്പൊ കഴിക്കുന്നത് കൊണ്ട്, അതായത് ഈ ഇടയായിട്ട് ചോറ് ഞാൻ വല്ലാത്ത രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് എന്റെ തടി നല്ല രീതിക്ക് എന്നെ കൂടിയതായിട്ട് എനിക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം എനിക്ക് ബാക്ക് പെയിൻ കൂടി വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്റെ ശരീരം എനിക്കൊന്ന് വഴങ്ങി കിട്ടാത്ത പോലെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോറ് മാക്സിമം ഒന്ന് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ എന്റെ ഈ ചാനൽ എനിക്കൊരു 1 lakhിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അത് സാധിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല, മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ സ്വിഗ്ഗി കണ്ടന്റ് മാത്രം ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഇതിൽ ഒരുപാട് ഓഡിയൻസ് സ്ഥിരമായി കാണുന്ന ആൾക്കാരുണ്ട്. സോ ഞാൻ സ്വിഗ്ഗി കണ്ടന്റ് ഇടുന്നില്ല എന്നല്ല പറയുന്നത്, സ്വിഗ്ഗി കണ്ടന്റ് തന്നെ ഇടും. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഈ ഷൂട്ടിന് പോകുന്ന സമയത്ത്, സിനിമ ഷൂട്ടിന് പോകുന്ന സമയത്തും ആ ഷൂട്ടിനുണ്ടാകുന്ന ഫണ്ടും കാര്യങ്ങളും, ഞാൻ എങ്ങനെയാണ് ഷൂട്ടിന് പോകുന്നത്, അതുപോലെ ഏതൊക്കെ ആർട്ടിസ്റ്റുകളെ കണ്ടു, നമുക്ക് ടിക്കറ്റ് ആക്കാൻ ഷൂട്ടൊക്കെ എനിക്കിപ്പോ ഈ അടുത്താണ് കഴിഞ്ഞത്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ആസിഫ് അലിയൊക്കെ എനിക്ക് എന്റെ വ്ളോഗിൽ കൊണ്ടുവരാമായിരുന്നു. പിന്നെ ആസിഫ് അലിയെ പറ്റി പറയാതിരിക്കാൻ വയ്യ, ഇസ് വണ്ടർഫുൾ മനുഷ്യൻ. ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആക്ടറിനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 15 സിനിമ ഇപ്പൊ ചെയ്തു. അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരനൊക്കെ എനിക്ക് വേണമെങ്കിൽ എന്റെ വീഡിയോനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷെ ഞാൻ ടിക്കറ്റ് ആക്കിയുടെ ഷൂട്ടിന്റെ സമയത്തൊന്നും ഞാൻ വ്ളോഗേ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗി കണ്ടന്റ് മാത്രമല്ലാതെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ പരിപാടിയും കൂടെ ഞാൻ ചാനലിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനലിനകത്ത് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് ലോങ് വീഡിയോ അല്ല, ഷോർട്സ് ആണെങ്കിൽ പോലും ഡെയിലി എന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ഡോക്യുമെന്ററി പോലെ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എനിക്ക് സത്യം പറഞ്ഞ ഒരു കിടിലം വർഷമായിരുന്നു. ഫിനാൻഷ്യലി അല്ല ഞാൻ പറഞ്ഞത്, അതായത് എന്റെ സിനിമ ലൈഫിൽ നോക്കുന്ന സമയത്ത് ഞാൻ വലിയ വലിയ സിനിമകൾ ചെയ്തു. അതുപോലെ തന്നെ എണ്ണങ്ങൾ കുറേയായി. 11 സിനിമകളാണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആഡ് ഫിലിംസ് കുറച്ച് അഭിനയിക്കാനായിട്ട് പറ്റി. അപ്പൊ നമ്മൾ വന്ന് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പറമ്പത്ത് ശിവം കോംപ്ലക്സ്. ഇതാണോ ശിവം കോംപ്ലക്സ്? പുള്ളിക്കാരൻ എന്തോ വോയിസ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഗേറ്റ് പറമ്പത്തുനിന്ന് വീട്ടുപേരുണ്ടോ? ഇടവഴി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇതായിരിക്കാനാ? ഇത് ഇടവഴി അല്ലല്ലോ. അപ്പൊ എന്തായാലും എന്നെ വിളിച്ചു തന്നെ നോക്കാം. ഹലോ, സ്വിഗ്ഗി എന്നാണ്. ഞാനിവിടെ KVR ജീപ്പില്ലേ? യെസ്. ഓക്കെ.
ഓക്കെ ഗൈസ്, അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അടുത്ത ഓർഡർ എപ്പടിയൊന്നും അറിയില്ല. നമുക്കിപ്പോ 9 മണി വരെ സർജ് ഉണ്ടായിരുന്നു. 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ 6 to 9 മണി വരെയുള്ള സർജ് നമുക്ക് എടുക്കാമായിരുന്നു അല്ലേ. പക്ഷെ ഓർഡർ വേണ്ടേ? രാവിലത്തെ ഓർഡറിന്റെ സ്ഥിതി എന്താന്നുള്ളത് അറിയില്ല. ദേ അടുത്ത ഓർഡർ അടിഞ്ഞില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ടെന്ന് തോന്നുട്ടോ. നമുക്ക് രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് 22 രൂപയുടെ സുഹൃത്തുക്കളെ. സൽക്കാര ബൈ പാരഗൺ നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത്. സോ ഗോ ടു ദ റെസ്റ്റോറന്റ് ലൊക്കേഷൻ. സൽക്കാരയിലെ ഓർഡർ ഓൾറെഡി റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പം കടലക്കറി ഇടിയപ്പം 38.94. ഈ ഓർഡർ ഒന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലൊന്നും ഓടാനില്ല. വെറും 1-2 കിലോമീറ്റർ മാത്രമേ ഓടാനുള്ളൂ. നമുക്കിപ്പോ കിട്ടിയ 2 ഓർഡർ നമുക്ക് വലിയ രീതിയിലൊന്നും ഓടാനില്ല. ചെറിയ ചെറിയ ഓർഡറുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ 22 എണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരുന്നേനോ. എനിക്ക് എന്തായാലും വലിയ ഓർഡർ വേണ്ട ഗൈസ്. വലിയ ഓർഡർ എന്ന് പറയുമ്പോൾ 6 കിലോമീറ്റർ മേലോട്ട് എനിക്ക് താല്പര്യമേ ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹൈലൈറ്റിന്റെ മനോർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ് സുഹൃത്തുക്കളെ. സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. നമ്മളിങ്ങനെ ഹൈലൈറ്റിന്റെ മനോർ ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഉള്ളോട്ട് ക്യാമറ അലോഡ് ആയിരിക്കില്ല. സ്ലോ മോഷനിൽ തുറക്കുന്ന ലിഫ്റ്റോ, അടയ്ക്കാൻ സ്പീഡിൽ അടയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പോകേണ്ടത് 3rd ഫ്ലോറിലേക്കാണ് സുഹൃത്തുക്കളെ. 5ാം നമ്പർ ഫ്ലാറ്റിലേക്ക്. രേഷ്മ എന്നാണ് കസ്റ്റമർ പേര്. ബാക്കി അഡ്രസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് കൂടുതൽ ഇനി എന്തറിയാനല്ലേ. ഓക്കെ, ദേ നമ്മുടെ 3ാമത്തെ ഓർഡർ പ്യൂർ സൗത്തിൽ നിന്നും 20 രൂപയുടെ തന്നെ ഇതും കിട്ടിയത്. മതി, നമുക്ക് 20 രൂപയുടെ ഓർഡർ തന്നെ ധാരാളമാണ്. 20 രൂപ തന്നെ കിട്ടിയാൽ മതി. ഒരു 35 രൂപ കൂടുതലുള്ള ഓർഡർ എനിക്ക് വേണ്ട. അപ്പൊ നമ്മുടെ 3ാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് പ്യൂർ സൗത്ത് റെസ്റ്റോറന്റിൽ നിന്നാണ് സുഹൃത്തുക്കളെ. ഈ നടക്കാവ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഗോ ടു ദ റെസ്റ്റോറന്റ് ലൊക്കേഷൻ. സമയം 9 മണിയായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാറ്റടിക്കുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റാണ് വരുന്നത്. പക്ഷെ എത്രയൊക്കെ തണുപ്പുണ്ടെന്ന് പറഞ്ഞാലും വെയിൽ അതിശക്തമായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഗ്ലൗ ഇടണം ഗൈസ്. ഞാനിപ്പോ സൺസ്ക്രീൻ ജാക്കറ്റും ഗ്ലൗവും ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ലിസ്റ്റിൽ ടാഗ് ചെയ്തേക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഞാൻ യൂസ് ചെയ്തെടുത്തോളം അത്യാവശ്യം നല്ല ഗ്ലൗ ആണ്. പിന്നെ ഈ സ്ട്രാപ്പ് ടൈപ്പ് ഗ്ലൗ ഞാൻ എന്തിനാ മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ചെറുതായിട്ട് ഒട്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ലോങ് ലാസ്റ്റ് ആയിട്ട് ഒട്ടി നിന്നോളും. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇത് കുറവായിരിക്കുമല്ലേ ഓർഡർ? ബുധനാഴ്ച കുറവായിരിക്കും അല്ലേ? മേസ്തിരി പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച നമുക്ക് ഓർഡർ കുറവായിരിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ നമുക്ക് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ, അതായത് വീക്കെൻഡ് ദിവസങ്ങൾ, വെള്ളി ശനി ഞായർ, പിന്നെ വീക്ക് തുടങ്ങുന്ന ദിവസങ്ങളിൽ തിങ്കൾ ചൊവ്വ, അതിനിടയ്ക്ക് ബുധൻ വ്യാഴം പൊതുവെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ അടുത്തായിട്ടാണ് സുഹൃത്തുക്കളെ. സൽക്കാരമ പാരഗന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആക്ച്വലി നല്ല സുഖ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 1 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഓടാനുള്ളൂ. ഈ 1 കിലോമീറ്റർ ഓടാനായിട്ട് എനിക്ക് ആകെ 2 രൂപയുടെ 3 രൂപയുടെ പെട്രോളൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. അതിനാണ് നമുക്ക് 20 രൂപ നമുക്ക് ഓർഡറിന് എമൗണ്ട് കിട്ടുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ 1 കിലോമീറ്ററിന്റെ 2 കിലോമീറ്ററിന്റെ ഒക്കെ ഓർഡറാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീരും ചെയ്യും. നമുക്ക് ഓർഡർ ഏണിങ്സ് വേഗം ആവും ചെയ്യും. ഇനി നോക്കിക്കോ, ഉച്ചയ്ക്ക് സർജ് ഉണ്ടെങ്കിൽ ആ സർജിന്റെ ടൈമിൽ ഇവർ ഒരു ഓർഡർ തരും ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക്. അത് കൺഫേമാണ്. മാമ്പറ്റ എന്നാണ് വീട്ടുപേര്. സോ ഇവിടുന്ന് ഒരു റൈറ്റ് തിരിഞ്ഞാലാണെന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ എന്റെ ആണല്ലോ സുഹൃത്തുക്കളെ. ഇപ്പൊ റോഡ് എന്തായല്ലോ. ഹലോ, സ്വിഗ്ഗി എന്നാണ്. കേറണ്ട. ഓക്കെ, പുറത്തോട്ട് വന്നിട്ട് റൈറ്റ് മാമ്പറ്റാന്നുള്ള വീട്, ലെഫ്റ്റ് സോറി, അതിന് പുറത്തോട്ട് വരുമ്പോ ലെഫ്റ്റ് ആണുള്ളത്. 27, 28 കണ്ടു. ഓക്കെ, ശരി. നുഹാ ശുക്കൂർ ഇവിടെ അല്ലേ? പുതിയ വർഷം തന്നെ നല്ല തുടക്കാണല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചറവറാന്നാണ് അടിക്കുന്നത്. 4ാമത്തെ ഓർഡറാണല്ലോ നമുക്ക് കിട്ടിയത്. നമ്മൾ ശരിക്കും 6 മണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ കംപ്ലീറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാനാവുമായിരുന്നു. നോക്കാം, എനിക്ക് തോന്നുന്ന ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇന്ന് തീരേണ്ടതാണ്. ഈ കണക്കിന് പോവാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനിയിപ്പോ ഇതിന്റെ ഇടയിലൊരു ഗ്യാപ്പ് തന്നിട്ട് പോസ്റ്റ് അടി തരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് 4ാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് സമുദ്ര ദ മീൽ ഹൗസിൽ നിന്നാണ്. സോ ഗോ ടു റെസ്റ്റോറന്റ് ലൊക്കേഷൻ. സമയം അങ്ങനെ 3 മണി ആവാനായിരിക്കാണ് സുഹൃത്തുക്കളെ. ഉച്ചയ്ക്ക് നല്ല രീതിക്ക് തന്നെ ചൂടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സ്വിഗ്ഗി ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, നല്ല രീതിക്ക് തന്നെ മാറിയിട്ടുണ്ട്. എനിക്ക് നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു 10 മിനിറ്റ് പോലും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. നല്ല രീതിക്ക് തന്നെ ഓടിയിട്ടുണ്ട്. ഇന്ന് ഭയങ്കര രസമായിരുന്നു. നമുക്ക് 20 രൂപയുടെ ഓർഡറാണ് ഒട്ടുമിക്ക കിട്ടിയത്. മുക്കാലും കിട്ടിയത് നമുക്ക് 20 രൂപയുടെ ഓർഡറാണ്. പിന്നെ ലോങ് കിട്ടിയത് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്, 80ന്റെയും 90ന്റെയും. അത് പിന്നെ സർജ് ഉള്ള സമയത്ത് അവരുടെ ഉടായി പറയാലോ, ലോങ് ഇട്ട് തരുമല്ലോ. ആ സമയത്തുള്ള 2 ലോങ് അല്ലാണ്ട് ബാക്കിയൊക്കെ എനിക്ക് 20, 25, 30, 35
എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓർഡറുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൊണ്ടു കൊടുക്കാൻ പോകുന്നത് 22ാമത്തെ ഓർഡറാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ നമുക്ക് ബാച്ച് ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത്, സാഗറിൽ നിന്നും ബാച്ച് ഓർഡർ. ഇത് തന്നെ നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ 23 കഴിയും, 22ഉം 23ഉം കഴിയും. പിന്നെ ലാസ്റ്റ് ഒരു എണ്ണം കൂടെ മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി ഒരു 2:30 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് 22 എണ്ണം കംപ്ലീറ്റ് ആയേനെ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ ഇറങ്ങിയ സമയത്തും ഇപ്പൊ ഇന്ന് ഇറങ്ങിയ സമയത്തും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി വളരെ കുറവാണ്. എന്ത് പറ്റി കസ്റ്റമേഴ്സിന് ഫുൾ ഓൺലൈൻ പേയ്മെന്റ് ചൂസ് ചെയ്തു. ഇപ്പൊ ഇന്ന് എനിക്ക് ആകെ കിട്ടിയത് 160 രൂപയുടെ ക്യാഷ് ഓൺ ഡെലിവറി മാത്രമാണ്. പിന്നെ നമ്മൾ ഇപ്പൊ കൊണ്ടു കൊടുക്കുന്ന ഓർഡറും ക്യാഷ് ഓൺ ഡെലിവറി ആണ്. 219 രൂപ എങ്ങാണ്ട് ഇതും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഇനിയിപ്പോ അടുത്ത ഓർഡർ എങ്ങനെയാണെന്ന് അറിയില്ല. മീൻസ് ഞാൻ ബാച്ച് ഓർഡർ ആണല്ലോ കൊണ്ടുപോകുന്നത്, അതിൽ ഒരെണ്ണത്തിന് ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്നതിന് 219 എങ്ങാണ്ട് ഉണ്ട്. എന്തായാലും സാഗറിന് കിട്ടിയ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് ജയിൽ റോഡ് ഭാഗത്തുള്ള ഹോസ്റ്റലിലേക്കാണ് സുഹൃത്തുക്കളെ. സോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ ക്രൗൺ ഹോസ്റ്റൽ. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതിലൊക്കെ വണ്ടി പോവടേ, ഡെഡ് എൻഡ് ആണോ? കുറെ ബിൽഡിംഗ് ഉണ്ടല്ലോ ഇവിടെ. ഒറ്റ ഒരുത്തൻ വിളിച്ച ഫോൺ എടുക്കൂല. ഹലോ, സ്വിഗ്ഗി എന്നാണ്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ ബിൽഡിംഗ് ആണോ? ഇല്ലല്ലേ, ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഓ ഗോഡ്, നമുക്ക് ബാച്ച് ഓർഡറിലെ 2ാമത്തെ ഓർഡർ മാങ്കാവ് ഭാഗത്തേക്കാണ്. ഞാൻ വിചാരിച്ച എന്റെ വീടിന്റെ ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് എനിക്ക് തരുമായിരിക്കും എന്നുള്ളത്. കാരണം ലാസ്റ്റ് ആയല്ലോ, അവസാന നിമിഷത്തേക്ക് എനിക്ക് അങ്ങനെ തരാറുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പൊ ടോട്ടലി നമുക്കൊരു 300 രൂപേന്റെ അടുത്ത് 350-400 രൂപേന്റെ അടുത്ത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി അല്ല. സോ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാം. ഈ ഓർഡറിലേക്ക് എനിക്ക് കുറച്ച് ദൂരം വരാനുണ്ടായിരുന്നു. സന ഹൗസിലേക്കാണ് നമ്മളിപ്പോ പോവേണ്ടത്. എവിടെ എന്റെ സന ഹൗസ്? സന ഹൗസ്, സന ഹൗസ്. ഇതാണ് വീട്. ഹൗസ് നമ്പർ 27 ആണ് ഗൈസ്. അങ്ങനെ നമ്മുടെ അവസാനത്തെ ഓർഡറും ഇപ്പോൾ അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏത് കാട്ടുമുക്കിലേക്കാണാവോ? 20 രൂപേന്റെ ഓർഡർ മതി, എനിക്ക് അധികമൊന്നും വേണ്ട. ഭാഗ്യം എന്റെ പൊന്നളിയ, KFC ലുലുമാളെന്ന് എടുത്തിട്ട് അതിന്റെ തൊട്ട് താഴത്തെ ഫ്ലോർ അല്ല, തൊട്ട് ആ പരിസരത്തുള്ള വീട്ടിലേക്ക്. അതായത് എനിക്ക് നടന്നു കൊണ്ടേ കൊടുക്കാനുള്ളൂ. 1/2 കിലോമീറ്റർ പോയിട്ട് 1/4 കിലോമീറ്റർ പോലും ഇല്ല. ഇതാണ് ഗാന്ധിജി സ്വപ്നം കണ്ട സ്വിഗ്ഗി. നടന്നു പോയി കൊണ്ടു കൊടുക്കാൻ പറ്റണം. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റത്തെ ഓർഡർ ആണ്. ഇത് കൊണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഏണിങ്സ് ആവും. ഏണിങ്സ് എത്രയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോ ഞാൻ ഫുഡ് രണ്ടും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അതായത് രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം ഞാൻ ചോറൊന്ന് കട്ട് ചെയ്യാനുള്ള തീരുമാനമാണെന്നുള്ളത്. അപ്പൊ ഞാൻ ചപ്പാത്തി ആക്കി. ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഓവറൊന്നുമില്ല, മീൻസ് ചോറും ചപ്പാത്തിയും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ചപ്പാത്തി ആകെ 4 എണ്ണം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 2 എണ്ണം രാവിലെ, 2 എണ്ണം ഉച്ചയ്ക്ക്. പിന്നെ നല്ല ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ കറി ഞാൻ തന്നെ കുക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് മോശം പറയുന്നല്ലോ, കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും ഈ ഓർഡർ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി നമുക്ക് ഏണിങ്സിൽ കാണാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് 1034 രൂപയാണ്. ഫുഡ് ആൻഡ് പെട്രോൾ എക്സ്പെൻസ് വന്നിട്ട് 350-400 രൂപയുടെ അടുത്തുണ്ടാവും. അപ്പൊ ടോട്ടലി നമുക്ക് ഇന്ന് കിട്ടിയത് 650 രൂപയാണ് പ്രോഫിറ്റ് ഗൈസ്. അപ്പോൾ 2026 ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് കിട്ടിയത് 650 രൂപയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല സമ്പാദിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആഘോഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഘോഷം നൽകിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.